ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചക്ക കൊണ്ടൊരു അവിയലാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളിത് ചക്ക വെട്ടി നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകി ഇതേമാതിരി കഴുകിയെടുക്കുക. കഴുകിയതിന് നമുക്കൊന്ന് കുറച്ച് തോരാൻ വേണ്ടി വയ്ക്കുക, വെള്ളമൊന്ന് വാർന്നു പോയിട്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അതായത് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേമാതിരി കട്ട് ചെയ്ത് ഒന്ന് എടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്ന ഒരേ സൈസിലായിരിക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഒരു പാത്രത്തിലാക്കിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മരവിൽ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചിട്ടത്, അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അരയ്ക്കേണ്ട സാധനങ്ങൾ, നമ്മൾ മെയിനായിട്ട് തേങ്ങ വേണം. തേങ്ങ കുറച്ച് ചിരണ്ടി വയ്ക്കുക. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കുക. നമുക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്ത ചക്ക ഒന്ന് ചൂടാക്കുക. വെള്ളം ഒഴിച്ച് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ വേവിച്ചെടുക്കുക. വേവിച്ച് അധികം കുഴഞ്ഞു പോകണ്ട, ഒരു മീഡിയം ഇതിൽ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിനകത്തോട്ട് പാകമായെങ്കിൽ നമുക്ക് അരവ് അതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരവ് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അവിയൽ ഇതാ വന്നിട്ടുണ്ട്. നല്ല രുചികരമായ അവിയൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ കടുകാണെങ്കിൽ താളിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ അല്ലാതെ ഉപയോഗിക്കാം. കടുക് താളിച്ച് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു അവിയൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചക്ക കഴിച്ച് ശീലിക്കണം, നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല വിഭവമാണിത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും അല്ലാതെയും തന്നെ എടുത്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ചക്ക അവിയൽ. അധികം കുഴഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോളണം. ഒരു ഇളം ചക്കയാണ്, ചെറിയൊരു കുഴവ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുഴഞ്ഞു പോകാതെ സൂക്ഷിക്കുക. നല്ലൊരു നമ്മൾ സ്വാദിഷ്ടമായ അവിയൽ, ചക്ക അവിയൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.